പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 19-ാം തീയതി വ്യാഴാഴ്ച. ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും അതിലേറെ സമാധാനത്തോടെയും ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപ അനുഭവിച്ച് ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ദ ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? ഒരു ചോദ്യത്തോടെയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനവാക്യം അവസാനിക്കുന്നത്. പൊന്തോസിലും പംഫുല്യയിലും ആസിയയിലും പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ദൈവമക്കൾക്ക് പത്രോസ് 2 കത്ത് എഴുതുകയാണ്. ഈ 1-ാമത്തെ കത്തിന്റെ 3-ാം അധ്യായത്തിൽ 4 മുതൽ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ ദൈവജനത്തെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ദോഷത്തിന് പകരമായി ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരമായി ശകാരമൊന്നും ചെയ്യരുത്. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളും അനുഗ്രഹിക്കുന്നവരായി തീരണം. ഇവ പറഞ്ഞു കഴിഞ്ഞിട്ട് 34-ാം സങ്കീർത്തനത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ആ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്നു. അത് 12-ാം വാക്യം വരെ വന്നിട്ടാണ് 13-ാമത്തെ വാക്യത്തിൽ അവരെ ദൈവകൃപയിൽ ഉറപ്പിച്ചു പറയുകയാണ്: നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായിട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരായി ദോഷം ആർക്കാണ് പ്രവർത്തിക്കുവാൻ കഴിയുക? അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു: നമുക്കാരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ചിന്തയിലോ പ്രവൃത്തിയിലോ ഏത് വിധത്തിലെങ്കിലും ദോഷം ചെയ്താൽ പോലും നമുക്കത് ഏൽക്കത്തില്ല. എന്താണെന്നറിയാമോ? നാം നന്മ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യണം. ശുഷ്കാന്തിയുള്ളവരായി ശക്തമായി നാം നന്മ ചെയ്യുക തന്നെ ചെയ്യണം. അല്ലാതെ അവരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാനും ഇനിയും ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളും അവരെ പോലെ തിന്മയുടെ വക്താക്കളായി തീരുകയല്ലേ? ദോഷത്തിന്റെ ആളുകളായി മാറുകയല്ലേ? അല്ല, നാം നന്മ ചെയ്യുന്നതിൽ എപ്പോഴും മുതിർന്നു വരണം. താല്പര്യത്തിൽ ശുഷ്കാന്തിയോടെ മുന്നിട്ട് നിൽക്കണം. വചനം പൗലോസ് പറയുന്നുണ്ട്: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. നമുക്കതാണ് വേണ്ടത്. അതുകൊണ്ട് അവര് നമ്മളോട് ഇങ്ങനെ ചെയ്തു. പ്രത്യേകിച്ച് ഇന്നത്തെ ആത്മീയ പ്രവാചക ശുശ്രൂഷകളിൽ ഭൂരിഭാഗം പേരും ആളുകളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ തമ്മിൽ തെറ്റിക്കുന്നത് ഇത്തരം വാക്കുകളിലൂടെയാണ്. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ, കുടുംബത്തിനെതിരെ, ജോലിക്കെതിരെ, ആരോഗ്യത്തിനെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ,
നിങ്ങൾക്കുള്ള സകല നന്മയ്ക്കുമെതിരെ ഇന്ന ആൾ എന്തോ ചെയ്തു, ഇന്ന രൂപത്തിലുള്ള ഒരാൾ, ഇന്ന സ്ഥലത്തുള്ള ഒരാൾ എന്നൊക്കെ ചില ഊഹാപോഹങ്ങളും പുകമറയും സൃഷ്ടിച്ച് മനുഷ്യനെ മാനസികമായി തളർത്തി ഇടിച്ചും അടിച്ചും ഒതുക്കുകയാണ്. ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവവചനത്താൽ നിറഞ്ഞവരും ദൈവകൃപയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാൻ മുതിർന്നു നിൽക്കുന്നവരുമാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ പ്രതികരിക്കും? ആയിക്കോട്ടെ ദൈവദാസ, ആരും ചെയ്തോട്ടെ, പാത്തു ഒളിച്ചും വേണ്ട, നേരെ ചെയ്തോട്ടെ, എനിക്കതൊന്നും ഏക്കത്തില്ല. വചനം പറയുന്നത് പോലെ രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ട്, സ്വർഗമുണ്ടെങ്കിൽ നരകവുമുണ്ട്, മകയിരോ കാർത്തികയും ഒക്കെ ഉണ്ട്. ഇത് ലോക ദുഷ്ടന്റെ ജനത ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ലക്ഷണവിദ്യ ഒരു ദൈവപൈതലായ യാക്കോബിന് ഏൽക്കുകയില്ല. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല. ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ ഇസ്രായേലിനാണെങ്കിൽ യേശു നഥനയേലിനെ കുറിച്ച് പറഞ്ഞതുപോലെ സാക്ഷാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലാണ്, വചനത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എങ്കിൽ പിന്നെ നമ്മളെ ഇതൊന്നും ബാധിക്കുകയില്ല. നമ്മുടെ ലക്ഷ്യം നന്മ ചെയ്യുക. എന്താണ് നന്മ ചെയ്യുക? യേശുവിൽ ജീവിച്ച് യേശുവിന്റെ സ്വഭാവം സ്വാംശീകരിച്ച് യേശുവിനെ കൊടുക്കുക. അതാണ് നന്മ ചെയ്യുക. നമ്മുടെ വിചാരം കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളും പാവങ്ങളെ സഹായിക്കുന്നതും നല്ലത് തന്നെയാണ്, അതൊക്കെ നന്മ തന്നെയാണ്. പക്ഷേ വചനം പറയുന്ന നന്മ അത് മാത്രമല്ല. അങ്ങനെയുള്ള ചാരിറ്റിയും സഹായഹസ്തങ്ങളും വിശ്വാസികളും അവിശ്വാസികളും ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്പം കൂടെ സത്യസന്ധമായി പ്രഭാതത്തിൽ പറഞ്ഞാൽ വിശ്വാസികളെക്കാട്ടിലും കൂടുതലായി ചെയ്യുന്നത് അവിശ്വാസികളും അക്രൈസ്തവരും തന്നെ. നമ്മൾ ഈ വിശ്വാസമുണ്ടെന്ന് പറയുകയും കൈയടിച്ച് പാടുകയും ആത്മീയം പറഞ്ഞ് നടക്കുന്നതുമല്ലാതെ നയാ പൈസ കൊടുക്കാറില്ല. നമ്മളെ നോവുന്ന കാര്യം വരുമ്പോൾ നമ്മൾ ഒതുക്കത്തിൽ പിന്നോട്ട് മാറും. ഇതാണ് നമ്മുടെ അവസ്ഥ. ശരിയല്ലേ? നമുക്ക് പ്രഥമ സ്ഥാനവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം ചെയ്യാറില്ല. അപ്പോൾ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ആണ് എന്ന് ധരിക്കരുത്. യേശുവിനെ ധരിക്കുക, യേശുവിൽ ജനിക്കുക, യേശുവിൽ ജീവിക്കുക, യേശുവിൽ വളരുക, യേശുവിനെ മറ്റൊരാൾക്ക് കൊടുക്കുക. അതിൽ ആവശ്യത്തിലും ഭാരത്തിലും വേദനയിലും സങ്കടത്തിലും ക്ഷീണത്തിലും ഇരിക്കുന്നവരെ കരുതുകയും സ്നേഹിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതെല്ലാം പെടും. അങ്ങനെ നാം നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. അല്ല നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അത് കേട്ട് ദൈവകൃപയിൽ മുന്നേറി വന്ന് നാം നിന്നു പോകരുത്, ഫ്രീസായി പോകരുത്. ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, ആരാധനയ്ക്ക് പോവുകയില്ല, പള്ളി പോകത്തില്ല, ഈ പാസ്റ്റർ പോയിട്ടേ ഞാൻ ആരാധനയ്ക്ക് പോവുകയുള്ളൂ, ഈ അച്ഛൻ മാറിയിട്ടേ ഞാൻ കുർബാന കൊള്ളുകയുള്ളൂ. ഇതൊക്കെ പിശാചിന്റെ പോഷത്വപരമായ ചിന്തകൾ നമ്മിൽ വിത്തുകൾ വിതറുകയാണ്. അല്ല, അങ്ങനെയുള്ള ദുഷ്ടചിന്തകൾ പിശാച് നമ്മിൽ വിതറുമ്പോൾ നാം നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായി പ്രാർത്ഥനയോടെ മുന്നേറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിശാച് നാണിച്ച് തല താഴ്ത്തും. നാം എപ്പോഴും പറയുന്ന യോബിന്റെ ജീവിതം എടുത്താൽ യോബിനെ ആവുന്നത് നോക്കി പറ്റിയില്ല. യോബിന്റെ ഭാര്യയിൽ കൂടി
ഇയ്യോബിനെ സ്വാധീനിക്കാൻ നോക്കി, എന്നിട്ടും പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് വെല്ലുവിളിച്ചു വന്ന പിശാച് ഇയ്യോബിന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ നാണിച്ച് തല താഴ്ത്തേണ്ടതായിട്ട് വന്നു. ആ പിശാച് പിന്നീട് ഒരു വലിയ കാഴ്ച കാണേണ്ട അവസ്ഥയുണ്ടായി. ഇയ്യോബിന്റെ പിൽക്കാലം മുൻകാലത്തേക്കാൾ അനുഗ്രഹീതമായി മാറി. അതുകൊണ്ട് ദൈവമക്കളെ, ഞാനും നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുന്ന സമയം, സൗകര്യങ്ങൾ, ശുശ്രൂഷകൾ, താലന്തുകൾ, പണം, ആരോഗ്യം, കഴിവ്, പ്രാപ്തി ദൈവനാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോഗിപ്പാൻ ഇടയാവട്ടെ. അങ്ങനെ ശത്രുവിനെ മിണ്ടാതാക്കണം. നമുക്കെതിരെ ആരെന്ത് ചെയ്താലും ഏൽക്കുകയില്ല. അവർക്ക് തന്നെ അറിയാം, അവർക്കതൊരു വലിയ ഭാരമായി, ശാപമായി തിരിച്ചു വരും. ഉത്തമ ഉദാഹരണം, ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ദൈവദാസനായ പ്രവാചകനായ ബിലെയാം സ്ഥലം മാറി മാറി നിന്ന് ശപിച്ചു. ആ ശാപം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹമായി. അവസാനം ശപിക്കാൻ വന്ന ബിലെയാം ഒരു പ്രവാചകന് കിട്ടേണ്ട അന്ത്യമല്ല കിട്ടിയത്. ഒരു ദുർബല മരണത്തിൽ പടയിൽ പട്ടുപോയി. അതെ, നമുക്കെതിരെ ആര് ദോഷം ചെയ്താലും നമുക്ക് ഏൽക്കുകയില്ല. കാരണം ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഓർത്ത് വ്യാകുലപ്പെടുന്നോ? ചില രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ പോകുന്നവരുണ്ടാകാം. വിദൂരങ്ങളിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയിരിക്കാം. ആരോഗ്യ സംബന്ധമായി, വിദ്യാഭ്യാസ സംബന്ധമായി, വീസ സംബന്ധമായി, നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ സംബന്ധമായി നിങ്ങൾ ചില വേദനയിൽ കൂടെ കടന്നു പോകുന്നു. ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറയാൻ പറ്റത്തുമില്ല. കുഞ്ഞുങ്ങൾ വിവാഹപ്രായം എത്തി നിൽക്കുന്നു. കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ, താളപ്പിഴകൾ, ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. കടബാധ്യത തലയോളം കുന്നായി നിൽക്കുന്നു. ബാങ്ക് ജപ്തിയുടെ വക്കിൽ എത്തിയിരിക്കുന്നു. മുൻപോട്ട് നോക്കുമ്പോൾ ആശയ്ക്ക് ഒരു വഴിയുമില്ല. എല്ലാവരും തള്ളിക്കളഞ്ഞു. ഏകനാണ്, ഏകയാണ്. സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, കൂടെ നിൽക്കുമെന്ന് ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞവർ സാഹചര്യം വന്നപ്പോൾ ഒറ്റപ്പെടുത്തി മാറിക്കളഞ്ഞു. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെല്ലാം തള്ളിയാലും മാറിയാലും മാറാത്തവൻ, മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ ഇന്ന് ഈ ജീവജലം ശ്രവിക്കുന്ന നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തോട് കൂടെയുണ്ട്. നിങ്ങളുടെ സകല ആവശ്യങ്ങളുടെയും മധ്യേയുണ്ട്. തമ്പുരാൻ നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് അവരവർക്ക് ലഭിക്കപ്പെട്ട ദൈവവചനത്തിന്റെ വിശ്വാസ്യതയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ നന്മ ചെയ്യുക, യേശുവിനെ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ആരെന്ത് ചെയ്താലും അത് നമുക്ക് ഏൽക്കുകയില്ല. അതെ, ഒന്നും നമുക്ക് ഭവിക്കുകയില്ല. നന്മയിൽ നിന്നും നന്മയിലേക്ക്, അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നമ്മെ നടത്തുവാൻ, നയിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. വിവിധ വിഷയങ്ങളാൽ വ്യാകുലപ്പെട്ട് ഭാരത്തോടെ, ഹൃദയവേദനയോടെ ഈ ജീവജലം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ ഭാരത്തെയും വേദനയും തമ്പുരാൻ മാറ്റട്ടെ, സ്വർഗീയാശ്വാസം നൽകട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടുകൂടെ ഏവരെയും പരിപാലിച്ചു നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറി വരുമ്പോൾ അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നന്മ ചെയ്യുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണം.
ഞങ്ങൾ വചനപ്രകാരം പറയുന്ന നന്മ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഞങ്ങൾക്കെതിരെ ശത്രു ഏതെല്ലാം വിധത്തിലുള്ള അമ്പുകൾ പ്രയോഗിച്ചാലും അവന്റെ തന്ത്രങ്ങൾ ഞങ്ങൾക്കെതിരെ പയറ്റിയാലും ഞങ്ങൾക്കത് ഏക്കാതെ വണ്ണം തമ്പുരാൻ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണെന്ന് പത്രോസ് അപ്പോസ്തലൻ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഇതിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദന നിറഞ്ഞ വഴിത്താരകളെ അപ്പൻ ഏറ്റെടുക്കണം. സ്വർഗീയ ആശ്വാസം, വിടുതൽ ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്ത് അനുഗ്രഹത്തോടെ കരം പിടിച്ച് നടത്തണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇത് നാം കേട്ട ദൈവവചനം പോലെ നമുക്ക് ചുറ്റും എന്തെല്ലാം നടന്നാലും, നമ്മോട് കൂടെയുള്ളവർ എന്തെല്ലാം ചെയ്താലും, ഞാൻ വചനം പറയുന്ന നന്മ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു തീരുമാനം ഞാൻ നിങ്ങളും എടുത്താൽ നമ്മൾ വിജയിച്ചു. നാം ശത്രുവിനെ പരാജയപ്പെടുത്തി. ആരെല്ലാം എതിർ നിന്നാലും നാം വിജയശ്രീലാളിതരായി മുൻപോട്ട് പോകും. പരാജയ ഭീതിയിൽ, നിരാശയുടെ വക്കിൽ, വേദനയുടെ അടിത്തട്ടിൽ ഇന്ന് രാവിലെ ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കുകയും ഇന്ന് കേട്ട വചനം പോലെ യേശുവാകുന്ന യഥാർത്ഥ നന്മയെ മറ്റുള്ളവർക്ക് കൊടുത്ത് പിശാചിന്റെ സകല തീയമ്പുകളുടെയും മുനയൊടിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാകട്ടെ. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.